September 2020. So let's start. 10th September വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ടാണ് 10th September സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 2003 മുതലാണ് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2020യുടെ തീമാണ് വർക്കിംഗ് ടുഗെദർ ടു പ്രിവെൻറ്റ് സൂയിസൈഡ്. വർക്കിംഗ് ടുഗെദർ ടു പ്രിവെൻറ്റ് സൂയിസൈഡ് എന്നാണ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയുടെ 2020യുടെ തീം. സെപ്റ്റംബർ 10 ആണ് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. 2003 മുതലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ക്രിസ്ത്യാനോ റൊണാൾഡോ ബിക്കം ദ ഫസ്റ്റ് യൂറോപ്യൻ മെൻസ് ഫുട്ബോളർ ടു സ്കോർ 100 ഇൻ്റർനാഷണൽ ഗോൾസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഫസ്റ്റ് യൂറോപ്യൻ മെൻ ഫുട്ബോളർ ടു സ്കോർ 100 international goals. Ronaldo became the second footballer to score 100 international goal. 100 international goals കിട്ടിയ വേൾഡിൻ്റെ കേസസിൽ, യൂറോപ്യൻ അല്ലാത്ത കേസസിൽ സെക്കൻഡ് പേഴ്സൺ ആണ്. ആൾ ടൈം ഇൻ്റർനാഷണൽ റെക്കോർഡ് ഓഫ് 109 goals സെറ്റ് ബൈ ഇറാനിയൻസ് അലി ദെയ്. അലി ദെയ് എന്ന് പറഞ്ഞ ഇറാനിയനാണ് ഇപ്പോൾ 109 goals സെറ്റ് ചെയ്തിരിക്കുന്നത്. അലി ദെയ്. ആൾ ടൈം ഇൻ്റർനാഷണൽ ഗോൾ ലിസ്റ്റ് ആഫ്റ്റർ ആർ. ഇന്ത്യയിൽ ആരാണ് ഇന്ത്യയിൽ സുനിൽ ഛത്രിയാണ് 72. മെസ്സി എത്രയാണ്? 70 goals ആണ്. സുനിൽ ഛത്രി 72, അതേപോലെ മെസ്സി 70 goals ആണ്. ഇറാനിയൻ അലൈ ദയ്യാണ് 109 goals അടിച്ചിട്ട് ടോപ്പായത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PM മോഡി ലോഞ്ചസ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദാ യോജന. പ്രധാനമന്ത്രി മത്സ്യ സമ്പദാ യോജന എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എൻഹാൻസ് ഫിഷ് പ്രൊഡക്ഷൻ ബൈ എൻ അഡീഷണൽ 70 lakh ton. 70 lakh ton അഡീഷണൽ ആയിട്ട് ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ എയിം. അതുപോലെ തന്നെ ഇൻക്രീസ് ഫിഷ് എക്സ്പോർട്ട് 1 lakh crore 2024 to 25. 1 lakh crore ആയിട്ട് 2024-25 കാലഘട്ടങ്ങളിൽ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അടുത്ത എയിം. അപ്പോൾ പ്രധാനമന്ത്രി മത്സ്യ സമ്പദാ യോജന 70 lakh tons ആണ് മത്സ്യം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ 1 ലക്ഷം കോടി എക്സ്പോർട്ടിംഗ് ആണ്, ഫിഷറി എക്സ്പോർട്ടിംഗ് ആണ് 24-25 കാലഘട്ടങ്ങളിൽ. അതേപോലെ PM ലോഞ്ചസ് ഇ ഗോപാല മൊബൈൽ ആപ്പ്. ഇ ഗോപാല മൊബൈൽ ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ള എ കോംപ്രിഹെൻസീവ് ബ്രീഡ് ഇംപ്രൂവ്മെൻറ്റ് മാർക്കറ്റ് പ്ലേസ്. ഒരു കോംപ്രിഹെൻസീവ് ബ്രീഡ് ഇംപ്രൂവ്മെൻറ്റ് മാർക്കറ്റ് പ്ലേസ് അത് പറഞ്ഞാൽ ബ്രീഡുകൾ വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ്. പശുവിനെയും അതേപോലുള്ള ബ്രീഡുകളെ വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇ ഗോപാല മൊബൈൽ ആപ്പ്. ഇ ഗോപാല മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് അതാണ്. കോംപ്രിഹെൻസീവ് ബ്രീഡ് ഇംപ്രൂവ്മെൻറ്റ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയും. അടുത്തതാണ് അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ആരാണ്? നമ്മുടെ സെൻട്രലിൻ്റെ നരേന്ദ്ര സിംഗ് തൊമാറാണ് അഗ്രികൾച്ചറൽ മിനിസ്റ്റർ. ഇനാഗുറേറ്റഡ് 22 ബാംബു ക്ലസ്റ്റേഴ്സ് ഇൻ 9 states ബൈ വെർച്വൽ മോഡിൽ 22 ബാംബു ക്ലസ്റ്റേഴ്സ് ഇനാഗുറേറ്റ് ചെയ്തു 9 സ്റ്റേറ്റ്സിലായിട്ട്. ആ 9 സ്റ്റേറ്റ്സ് ആണ് ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ആസാം, നാഗാലാൻഡ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, കർണാടക എന്നിവയാണ്. ഏതാണ്? ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ആസാം, നാഗാലാൻഡ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, കർണാടക. നാഷണൽ ബാംബു മിഷന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നീതി ആയോഗ്. അടുത്തതാണ് നീതി ആയോഗ് കോൺസ്റ്റിറ്റ്യൂട്ട് മൾട്ടി ഡയമെൻഷണൽ പ്രോവർട്ടി ഇൻഡെക്സ് കോർഡിനേഷൻ കമ്മിറ്റി. മൾട്ടി ഡയമെൻഷണൽ ഇൻഡെക്സ് കോർഡിനേഷൻ കമ്മിറ്റി ഏതിൻ്റെയാണ്? നീതി ആയോഗിൻ്റെയാണ്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. മൾട്ടി ഡയമെൻഷണൽ പ്രോവർട്ടി ഇൻഡെക്സ് കോർഡിനേഷൻ നീതി ആയോഗ്. അതിൻ്റെ ചെയർമാൻ ആയിരിക്കുന്നത് ആരാ? മിസ്സിസ് സാനുകുട്ട സമദാർ ആണ്. സാനുകുട്ട സമദാറാണ് അതിൻ്റെ ചെയർമാൻ. സാനുകുട്ട സമദാർ. നാഷണൽ
നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നീതി ആയോഗിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്. പ്രധാനമന്ത്രി മോഡി അഥവാ നരേന്ദ്രമോദി ഇനാഗുറേറ്റഡ് പത്രിക ഗേറ്റ് ഇൻ ജയ്പൂർ. പത്രിക ഗേറ്റ് ഇൻ ജയ്പൂർ ആണ്. പത്രിക ഗേറ്റ് എവിടെയാണ്? അപ്പോൾ ജയ്പൂരിലാണ്. പത്രിക ഗേറ്റ് ജയ്പൂരിലാണ്. ഓക്കെ, അതാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ചസ് സിഗ്നേച്ചർ വിസ ഡെബിറ്റ് കാർഡ്. ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ചസ് സിഗ്നേച്ചർ വിസ ഡെബിറ്റ് കാർഡ്. ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ലോഞ്ച് ചെയ്തത് സിഗ്നേച്ചർ വിസ ഡെബിറ്റ് കാർഡ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ എന്തായിരുന്നു? റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ്. റിലേഷൻഷിപ്പ് ബിയോണ്ട് ബാങ്കിങ് എന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. സിഗ്നേച്ചർ വിസ ഡെബിറ്റ് കാർഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. അടുത്തതാണ് കെവിൻ ഡി ബെറൂണെ വാസ് നെയ്മഡ് TFA മെയിൽ ഓഫ് ദ ഇയർ. കെവിൻ ഡി ബെറൂണെ കെവിൻ ഡി ബെറൂണെയാണ് മെയിൽ പ്ലെയർ ഓഫ് ദ ഇയർ. മെയിൽ പ്ലെയർ ഓഫ് ദി ഇയർ കെവിൻ ഡി ബെറൂണെ ആണ്. ബെത്തിനിയാണ് ഫീമെയിൽ പ്ലെയർ ഓഫ് ദി ഇയർ. ഏതിൻ്റെ പ്രകാരമാണ്? ഇംഗ്ലണ്ട്സ് പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. പ്രൊഫസർ ഗോവിന്ദ് സ്വരൂപ് പാസ്ഡ് അവേ റീസെൻ്റ്ലി. ഗോവിന്ദ് സ്വരൂപ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അസ്ട്രോണമിയായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട ഗോവിന്ദ് സ്വരൂപിൻ്റെ വേറെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ അസ്ട്രോണമി. ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ അസ്ട്രോണമി ആരാണ്? ഗോവിന്ദ് സ്വരൂപാണ്. ഗോവിന്ദ് സ്വരൂപാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റേഡിയോ അസ്ട്രോണമി. ഇന്ത്യാസ് ലാർജസ്റ്റ് പിഗ് മിഷൻ മേഘാലയയിലാണ്. ഇന്ത്യാസ് ലാർജസ്റ്റ് പിഗറി മിഷൻ എന്ന് പറഞ്ഞാൽ പിഗ് മിഷൻ എത്ര? 209 കോടിക്കാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് പിഗ് മിഷൻ. അത് ലോഞ്ച് ചെയ്തിരിക്കുന്ന യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ അഗ്രികൾച്ചർ ഫാമിംഗ് കൈലാഷ് ചൗധരിയാണ്. ഇതിനെ ഫണ്ട് ചെയ്യുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. പിഗ് മിഷൻ എവിടെയാണ്? ഇന്ത്യയിലെ ലാർജസ്റ്റ് മേഘാലയയിലാണ്. 209 കോടിയാണ്. കൈലാഷ് ചൗധരിയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫണ്ട് ചെയ്യുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഗവൺമെൻറ് ലോഞ്ച് ആത്മനിർഭർ ഭാരത് എറൈസ് ആൻഡ് എനിക് പ്രോഗ്രാം ഫോർ MSME സ്റ്റാർട്ടപ്പ്. MSME സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ട് 2 പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എറൈസ് ARISE അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫോർ മീഡിയം ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്. എറൈസസിൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫോർ മീഡിയം ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എന്നാണ്. അട്ടാൽ ന്യൂ ഇന്ത്യ ചലഞ്ച് എന്നാണ്. ഗവൺമെൻറ് ലോഞ്ച് ആത്മനിർഭർ ഭാരത് എറൈസ് ആൻഡ് എനിക് പ്രോഗ്രാം ഫോർ MSME സ്റ്റാർട്ടപ്പ്. MSME സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ട് 2 പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് എറൈസ് ARISE അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫോർ മീഡിയം ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്. എറൈസസിൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഫോർ മീഡിയം ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എന്നാണ്. അട്ടാൽ ന്യൂ ഇന്ത്യ ചലഞ്ച് എന്നാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സൗത്ത് ഇന്ത്യാസ് ഫസ്റ്റ് കൺട്രീസ്. ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കിസാൻ റെയിൽ. ഓക്കെ, കിസാൻ റെയിൽ എവിടെ തൊട്ടിട്ട? അനന്തപൂർ ആന്ധ്രാപ്രദേശ് ആൻഡ് ന്യൂഡൽഹി വരെയാണ്. അനന്തപൂർ ടു ന്യൂഡൽഹി വരെയാണ് സെക്കൻഡ് കിസാൻ റെയിൽ. ഫസ്റ്റ് കിസാൻ റെയിൽവേ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലെ
Delwali in Maharashtra and Danapur in Bihar. Delwali. അടുത്തതാണ് വാൾഡിസ് ഡോംബ്രോസ്കി. വാൾഡിസ് ഡോംബ്രോസ്കി ആണ്. ഓക്കെ, വാൾഡിസ് ഡോംബ്രോസ്കി, ദ ന്യൂ യൂറോപ്പ് യൂണിയൻ ട്രേഡ് കമ്മീഷണർ. വാൾഡിസ് ഡോംബ്രോസ്കി ആണ് ന്യൂ യൂറോപ്പ് യൂണിയൻ ട്രേഡ് കമ്മീഷണർ ആയിട്ട് ചാർജ് എടുത്തത്. ഇനി ഫോർബീസ് റിച്ചസ്റ്റ് അമേരിക്കൻ ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിലുള്ള ജെഫ് ബെസോ. ജെഫ് ബെസോ ഇതിൻ്റെ ആമസോണിൻ്റെ ഫൗണ്ടറാണ് ജെഫ് ബെസോ. ഫോർബീസ് ലിസ്റ്റ് ഓഫ് റിച്ചസ്റ്റ് എത്രയാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്? 179 ബില്യൺ ആണ് ജെഫ് ബെസോൻ്റെ സമ്പാദ്യം. പിന്നെ സെക്കൻഡ് വരുന്നതാണ് ബിൽ ഗേറ്റ്സ്, വിൻഡോസിൻ്റെ ഫൗണ്ടറാണ്. 400 ഓക്കെ റിച്ചസ്റ്റ്, അതിൽ എമൗണ്ട് കാണിച്ചിട്ടില്ല. സെക്കൻഡ് മാർക്ക് സക്കംബർഗ്, ഫേസ്ബുക്കിൻ്റെ തേർഡ് മാർക്ക് സക്കംബർഗ്, ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ആദ്യത്തെ റിച്ചസ്റ്റ് പേഴ്സൺ ആണ് ജെഫ് ബെസോ, സെക്കൻഡ് ബിൽ ഗേറ്റ്സ്, തേർഡ് മാർക്ക് സക്കംബർഗ്.